ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളെ KW ഓപ്പറേറ്റർ അതുകൂടാണ്ട് KW അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്നില്ല നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും നമുക്ക് അവിടെ KW ഓപ്പറേറ്റർ നോക്കാം. KW ഓപ്പറേറ്ററിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 735/2025 കേട്ടോ. 735/2025 കാറ്റഗറി നമ്പർ. അപ്പൊ അവിടെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. സ്കെയിൽ ഓഫ് പേ അവർ പറഞ്ഞത് 27,200 തൊട്ടിട്ട് 73,600 വരെയാണ് അവരുടെ സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് SLC ആണ്. പിന്നെ NTC, MMV, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണ്. പിന്നെ അതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷനിലേക്ക് വരാം. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും NTC ഇലക്ട്രീഷ്യൻ, NTC ഇലക്ട്രിക്കൽ, മെക്കാനിക് ഒക്കെ ഈക്വൽ ആയിട്ട് എന്താ ഡിപ്ലോമ ഇലക്ട്രിക്കൽ, ഡിപ്ലോമ മെക്കാനിക്കൽ, ബിടെക് ഇലക്ട്രിക്കൽ, ബിടെക് മെക്കാനിക്കൽ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ എല്ലാവർക്കും എന്താ ഈ ഒരു പോസ്റ്റിലേക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതാണ് ഒന്നാമത്തെ KW ഓപ്പറേറ്റർ. അപ്പൊ KW ഓപ്പറേറ്ററിന്റെ കാറ്റഗറി നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു 734/2025 ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ എല്ലാവർക്കും IT കഴിഞ്ഞ എല്ലാവർക്കും എന്താ ഈ ഒരു പോസ്റ്റിലേക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കുറെ പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു എപ്പോഴായിരുന്നു KW ഓപ്പറേറ്റർ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളായിരുന്നു. ഇനി അടുത്ത് KWA, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ 706/2025 കാറ്റഗറി നമ്പർ. 53,900 തൊട്ട് 1,18,100 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നുള്ള രീതിയിലാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബിടെക് ഇൻ സിവില്, മെക്കാനിക്കല്, കെമിക്കൽ കഴിഞ്ഞവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആവുന്നുണ്ടാവും. ഓക്കെ, ഇതുകൂടാണ്ട് വേറെയും ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും ബാക്കിയുള്ള സിവിൽ കഴിഞ്ഞവർക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ വീഡിയോസ് വരെ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.